നമ്മൾ കഴിഞ്ഞ സംസാരത്തിൽ ഇങ്ങനെ ഒന്ന് വന്നുപോയ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ വിഷയം ഇങ്ങനെ അറിയാതെ എൻ്റെ നാവിൽ നിന്ന് വന്നതാണ്. ഏതായാലും ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മ വീണ്ടും ചർച്ചാ വിഷയമാകുന്നുണ്ട്. ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്ന് ചിലരൊക്കെ മാറിപ്പോയതായിട്ടും ചില പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ മാറിപ്പോയതായിട്ടും വാർത്തകളുണ്ട്. ഏതായാലും അതെല്ലാം അവിടെ നിന്നോട്ടെ. എന്നാലും ബ്രിക്സ് രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു യോഗം ഇന്ത്യയിൽ ഇപ്പോൾ നടക്കാൻ പോവുകയാണെന്ന് പറയുന്നുണ്ട്. നടന്നു അപ്പോൾ ആ യോഗം നടന്നു. അപ്പോൾ അത് ഈ പറയുന്ന പോലെ ഇതിൻ്റെ ഒരു ഉച്ചകോടിയും ഇന്ത്യയിൽ ഒരു കൊല്ലത്തിനകത്ത് പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായിരുന്നു ഇപ്പോൾ യോഗം നടന്നു എന്നതിനെ സംബന്ധിച്ച് നമുക്ക് പുറത്ത് കിട്ടുന്ന വിവരങ്ങൾ, ഉച്ചകോടിയെ സംബന്ധിച്ചുള്ളതും കൂടെ പറയും. ഈ ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മ അത് ആ പേരിൽ തന്നെ ഉണ്ട്. B for ബ്രസീൽ, R for റഷ്യ, I for ഇന്ത്യ, C for ചൈന, ഒരു എസും കൂടി വന്ന് സൗത്ത് ആഫ്രിക്ക. അങ്ങനെയാണ് ബ്രിക്സ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1, 2, 3, 4, 5 രാജ്യങ്ങൾ. ഈ 5 രാജ്യങ്ങളാണ് ഇതിൻ്റെ. ആദ്യം ഈ 4 രാജ്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, C വരെ ഉണ്ടായിരുന്നുള്ളൂ. എസ് വന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ ആ അംഗസംഖ്യ 11 കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനൊരു ആ കൂട്ടായ്മയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതെല്ലാം വികസ്വര രാഷ്ട്രങ്ങളോ അല്ലെങ്കിൽ ഈ ഡോളർ അമേരിക്കൻ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കെതിരെ നീങ്ങുന്ന രാജ്യങ്ങളോ ആണ്. ഇപ്പോൾ റഷ്യ എന്ന് പറയുന്നത് ഒരു വികസിത രാഷ്ട്രമാണ്, ചൈന ഒരു വികസിത രാഷ്ട്രമാണ്, പക്ഷെ അവരൊക്കെ അമേരിക്കൻ വിരുദ്ധരാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. ബാക്കിയുള്ളവരെല്ലാവരും വികസിച്ചുകൊണ്ടേയിരിക്കുന്ന രാഷ്ട്രങ്ങളാണ്. അപ്പോൾ വലിയ സമ്പന്നന്മാർ, വലിയ ടീമൊന്നുമില്ല. അപ്പോൾ ഇവരുടെയൊക്കെ പൊതു നിലപാട് അമേരിക്കയുടെ അജണ്ടകൾക്കെതിരെ നീങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ ആ തരത്തിൽ നീങ്ങുന്ന ഈ സംഘടനയുടെ ഈ വർഷത്തെ 2026 പിന്നെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഇന്ത്യയാണ്. അപ്പോൾ ഇന്ത്യയിലാണ് ഈ സമ്മേളനം നടക്കുന്നത്. ഈ വർഷം അവസാനം, അതിൻ്റെ തീയതി നിശ്ചയിച്ചിട്ടില്ല, ഈ വർഷം അവസാനം നടക്കും, ഡൽഹിയിലായിരിക്കും. അപ്പോൾ അതിനോടനുബന്ധിച്ച് 1 വർഷം നീളുന്ന പരിപാടികളാണ്. 2026 ജനുവരി മുതൽ 2026 ഡിസംബർ വരെ പല നഗരങ്ങളിലായിട്ട്, ഇന്ത്യയിലെ പല നഗരങ്ങളിലായിട്ട് അതിൻ്റെ വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാർ യോഗം ചേർന്നിരിക്കുന്നത്. നേരത്തെ ഇതിൻ്റെ ഈ അംബാസഡർമാരുടെയൊക്കെ യോഗം നടന്നിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള കൂട്ടായ്മകൾ. അപ്പോൾ ഈ യോഗത്തിൻ്റെ പ്രത്യേകത, ഇതിപ്പോൾ ഒരു സവിശേഷ സാഹചര്യത്തിലാണ് നടക്കുന്നത്. കാരണം ഒരു യുദ്ധാന്തരീക്ഷം നിലനിൽക്കുന്നു. അതിൽ ഈ പറയുന്ന രാജ്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ തിക്തഫലങ്ങൾ പേറുന്ന രാഷ്ട്രമാണ്. ഇതിൽ ഇറാൻ ഈ പറയുന്ന ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗമാണ്. ഇറാൻ അംഗമാണ്. ഇറാൻ്റെ ഉറ്റ സഖ്യ രാഷ്ട്രങ്ങൾ ഇതിൽ അംഗമാണ്, റഷ്യയും ചൈനയും. അപ്പോൾ അതാണ് ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമാകാൻ കാരണം. ഇതേ സമയത്ത് തന്നെയാണ് ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ചൈനയിൽ അമേരിക്കൻ പ്രസിഡന്റ് സന്ദർശനത്തിന് വരുന്നത്. അപ്പോൾ അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഉള്ളപ്പോൾ തന്നെയാണ് ഏതാണ്ട് അമേരിക്കൻ വിരുദ്ധ നയങ്ങളുള്ളവരുടെ കൂട്ടായ്മ ഇപ്പുറത്ത് ഇന്ത്യയിൽ വന്ന് യോഗം ചേരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് സംഗതി നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്നത് പ്രകാരം ഈ സമ്മേളനത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇറാൻ ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണ്. ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചി, അദ്ദേഹം വന്ന വിമാനത്തിന് പോലും വാർത്താ പ്രാധാന്യം കിട്ടി. ആ വിമാനത്തിൽ മിനാൽസ് 168 എന്ന് എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കാരണം കഴിഞ്ഞ ഫെബ്രുവരി 28 അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ അവിടെ 168 സ്കൂൾ കുട്ടികൾ കൊല്ലപ്പെട്ടു. അപ്പോൾ അതിനോടുള്ള ആ കുട്ടികളോടുള്ള ആദരവും ഈ പറയുന്ന ആക്രമണം നടത്തിയവരോടുള്ള പ്രതിഷേധ സൂചകവുമായിട്ടാണ് അദ്ദേഹം വന്നത്. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റാണ്, അമേരിക്കൻ വിരുദ്ധ സ്റ്റേറ്റ്മെൻറ്റും കൂടിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വന്ന് പങ്കെടുക്കുന്ന ഒരു സമ്മേളനത്തിന് തീർച്ചയായിട്ടും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും ഈ പല രാജ്യങ്ങളും ഇപ്പോൾ നേരിടുന്ന ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള ക്രൈസിസ് എല്ലാം പരസ്പരം ചർച്ച ചെയ്ത് ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കാൻ തീർച്ചയായിട്ടും ചർച്ച ചെയ്തു. ഇനി ഒരു കാര്യം കൂടി നമ്മൾ ഊന്നി പറയണം. ഇതേപോലെ ഒരു വിദേശകാര്യമന്ത്രിമാരുടെ സമ്മേളനത്തിൽ അല്ലെങ്കിൽ യോഗത്തിൽ വെച്ചാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഇറാനുമായിട്ട് നടത്തിയ ധാരണ പ്രകാരമാണ് ഇന്ത്യക്ക് ഹോർമൂസ് കടലിടുക്ക് വഴി നമ്മുടെ കപ്പലുകളൊക്കെ സുഗമമായിട്ട് ഇങ്ങോട്ട് എത്താനായിട്ടുള്ള ധാരണയൊക്കെ ഉരുത്തിരിഞ്ഞത് ഇങ്ങനെ ഒരു ചർച്ചയിൽ കൂടിയാണ്. അപ്പോൾ ഇവിടെ ഈ ബ്രിക്സ് കൂട്ടായ്മ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, അമേരിക്കൻ വിരുദ്ധ ഒരു കൂട്ടായ്മ കൂടിയാണ്. ഡോളർ വിരുദ്ധ മുന്നേറ്റമാണ് ഇതിൻ്റെ ലക്ഷ്യം. അപ്പോൾ ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അപ്പുറത്ത് ചൈനയിൽ ട്രംപ് വന്നിരിക്കുമ്പോൾ തന്നെ ട്രംപിനെതിരെയുള്ള ആസൂത്രണങ്ങളാണ് ഇവിടെ നടക്കുന്നത്.
തീർച്ചയായിട്ടും അതിന് അതിൻ്റെതായ വാർത്താ പ്രാധാന്യവും ഉണ്ട്. ഇനി ഇതിൻ്റെ ഔട്ട്കം എന്താണ് എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിലെ നമുക്കറിയാൻ സാധിക്കുള്ളൂ. എന്താണ് ആ ബ്രിക്സ് കൂട്ടായ്മയിൽ നിന്ന് പോയ രാജ്യങ്ങളല്ലോ ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നുണ്ട്? ഇത്തരത്തിൽ ഈ പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ ചില നിലപാടുകൾ എടുക്കേണ്ടി വരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രങ്ങളാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൽ നിന്ന് മാറി നിൽക്കുന്നത്. പക്ഷേ അത് ശാശ്വതമായൊരു വിടവാങ്ങലായിട്ട് നമ്മൾ കരുതേണ്ടതില്ല, അവർ തിരിച്ചു വരും. ഇനി ഇന്ത്യയെ സംബന്ധിച്ച് ഈ ബ്രിക്സ് നിർണായകമാകുന്നത് ഈ അമേരിക്ക നമുക്കെതിരെ ഒരു വ്യാപാര യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചല്ലോ. ആ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ അതിന് ബദൽ മാർഗങ്ങൾ അന്വേഷിച്ചിരുന്നു. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ആശ്രയിക്കാവുന്ന ഒരു സഖ്യമായിരുന്നു ഈ ബ്രിക്സ്. ബ്രിക്സിൽ അംഗങ്ങളായ പല രാജ്യങ്ങളും വളരെ ഉദാരമായ സമീപനം സ്വീകരിച്ചു. 2025 കലണ്ടർ ഇയറിൽ 416 ബില്യൺ ഇടപാട് ബ്രിക്സ് രാജ്യങ്ങളുമായിട്ട് നടത്തി. അത് കഴിഞ്ഞ കലണ്ടർ ഇയറിനേക്കാൾ 10% വർധനവാണ് എന്ന് പറയപ്പെടും. അപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ ഈ പറയുന്ന ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മ നമുക്ക് സഹായകരമായിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു അമേരിക്കൻ വിരുദ്ധരുടെ ഒരു കൂട്ടായ്മയാണ്. അമേരിക്കയുടെ സാമ്രാജ്യത്വ അജണ്ടകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ്. അതുകൊണ്ട് ട്രംപിന് ഈ ബ്രിക്സിനെ കണ്ടെടുത്തൊരവസ്ഥയാണ്. അപ്പോൾ ഇവിടെ അമേരിക്കൻ ഡോളറിന് ബദലായിട്ട് മറ്റൊരു കറൻസി സാധ്യമാണോ? ആ രീതിയിലുള്ള ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ കീഴിൽ നിന്നുകൊണ്ട് ലോക്കൽ കറൻസിയിൽ പല രാജ്യങ്ങളും ഇപ്പോൾ ഇടപാട് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അതെ, ഇപ്പോൾ ചൈനീസ് കറൻസി ഇന്ത്യ ഉപയോഗിക്കുന്നുണ്ട്, റഷ്യയുമായിട്ട് ഇന്ത്യ ഇടപാട് നടത്തുന്നുണ്ട്. അതിൽ ചൈനീസ് കറൻസി ഉപയോഗിക്കുന്നുണ്ട്, ഇന്ത്യൻ കറൻസി ഉപയോഗിക്കുന്നുണ്ട്. ഇറാനായിട്ട് പോലും നമ്മൾ ഈ അന്താരാഷ്ട്ര ഉപരോധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാനായിട്ട് പോലും നമ്മൾ ബന്ധം വേർപെടുത്തിയിരുന്നു. യു എ ഇ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗമാണ്. ആ UAE-യുമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് നിർണായകമായ ഒരു ഊർജ കരാർ ഒപ്പിട്ടത്. UAE വൻതോതിൽ ഏതാണ്ട് 3 കോടി ബാരൽ ക്രൂഡ് ഓയിൽ അവരുടെ റിസർവ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് സംഭരിക്കാം എന്നൊക്കെ വരെ ധാരണയായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ ബ്രിക്സ് എന്ന് പറയുന്ന വലിയ പ്ലാറ്റ്ഫോം ഒരുക്കിയതിന്റെ ഫലമായിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ അവർക്ക്? അതായത് ലോകത്ത് ഇപ്പോൾ പ്രമുഖമായ 2 ലോക കൂട്ടായ്മകളാണുള്ളത്. ഒന്ന് G7 കൂട്ടായ്മ, അമേരിക്ക നേതൃത്വം നൽകുന്ന വല്യേട്ടന്മാരുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ സമ്പന്ന രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ. ഇപ്പുറത്ത് അമേരിക്കൻ വിരുദ്ധ ചേരി, അത് റഷ്യയും ചൈനയും ഒക്കെ പങ്കെടുക്കുന്ന ചേരിയാണ്. അതിൽ ഈ അമേരിക്കയ്ക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ വികസ്വര രാഷ്ട്രങ്ങൾ എല്ലാം കൂടി അണിചേരുന്ന ഒരു ചേരി, വികസിതമാകാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള രാജ്യങ്ങളുടെ ചേരി. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു ആശയ സംഘർഷം സമീപകാലത്തായിട്ട് വളരെ രൂക്ഷമാകുന്നുണ്ട്. ഇപ്പോൾ ട്രംപ് പരസ്യമായിട്ട് വെല്ലുവിളിക്കുന്നുണ്ട്, ഈ ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമാകുന്ന രാജ്യങ്ങൾക്കെതിരെ ഞാൻ 10% ബ്രിക്സ് കൂട്ടായ്മയിൽ അംഗമായതിൻ്റെ പേരിൽ മാത്രം 10% ചുങ്കം ചുമത്തും എന്ന് പറഞ്ഞിരുന്നു. ബ്രസീൽ എന്ന് പറയുന്ന രാഷ്ട്രം ഈ ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാഗമാണ്. ബ്രസീലിനെയും നമ്മൾ ഇന്ത്യക്കെതിരെ വ്യാപാര യുദ്ധം പ്രഖ്യാപിച്ച് അതേ സമയത്ത് തന്നെ ബ്രസീലിന് ഇതേ സമാനമായ പണി കിട്ടി. പക്ഷേ ചൈനയോട് അധികം കളിക്കാൻ നിന്നില്ല. കാര്യം ചൈനയ്ക്കെതിരെ ഇത്തരത്തിൽ താരിഫ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ നിന്നുള്ള അമേരിക്കയിലോട്ടുള്ള കയറ്റുമതി കുറഞ്ഞാൽ അത് അമേരിക്കയും വലിയ രീതിയിൽ പ്രതിസന്ധിയിലാവും. അമേരിക്കയിൽ പല ഉൽപ്പാദനശാലകളും പൂട്ടിയിടേണ്ടി വരും. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് അവർ തമ്മിൽ രമ്യതയിലേക്ക്. ഏതായാലും ഈ വർഷം അവസാനം നടക്കുന്ന ഉച്ചകോടി എന്ന് പറയുന്ന ഒരു എല്ലാ ലോകശ്രദ്ധ നേടുന്ന അത് ലോകശ്രദ്ധ നേടാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡോളറിന് ബദലായിട്ടൊരു കറൻസിയെ കുറിച്ച് ബ്രിക്സ് കൂട്ടായ്മ വളരെ ഗൗരവമായിട്ട് ആലോചിക്കുന്നുണ്ട്. നിലവിൽ ഡിജിറ്റൽ കറൻസി നിലവിലുണ്ടെന്ന് പറയുന്നു. അത് ആ രീതിയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നു. നല്ലൊരു പേപ്പർ കറൻസിയിലേക്ക്, ഇപ്പോൾ ഡോളർ എന്ന് പറയുന്ന ഒരു പേപ്പർ കറൻസിയാണ്. അപ്പോൾ അതിന് ബദലായിട്ടൊരു ബ്രിക്സ് കറൻസി അതുണ്ടാകുമോ? ഉണ്ടാകുകയാണെങ്കിൽ അത് ഇന്ത്യയിൽ നടക്കുന്ന ബ്രിക്സ് കൂട്ടായ്മയുടെ സമ്മേളനത്തിൽ അത് പുറത്തിറക്കുമോ? അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ചിലപ്പോൾ അമേരിക്കക്കായിരിക്കും ഉറപ്പായിട്ടും. കാര്യം ഈ ഡോളർ എന്ന് പറയുന്നതിന് സ്വീകാര്യത കിട്ടുന്നത് അതിന് പല രാജ്യങ്ങളിലും അംഗീകാരമുള്ളത് കൊണ്ടും അതിന് മൂല്യമുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ യൂറോ എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിൽ പരസ്പരം സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു കറൻസിയാണ്. സമാനമായി ബ്രിക്സ് രാജ്യങ്ങൾക്കും ഇപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയിൽ നിൽക്കുന്ന രാജ്യങ്ങൾ അവരവരുടെ കറൻസി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്. നല്ലൊരു കോമൺ കറൻസി വരുമ്പോൾ ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടും. ഡോളർ വേണ്ട എന്നൊരു നിലപാട് വരുമ്പോൾ അമേരിക്കയുടെ പല താല്പര്യങ്ങളും ഈ ലോകത്ത് നടപ്പാകാതെ വരും. ബ്രിക്സ് രാജ്യങ്ങളുടെ മൂല്യത്തിനും അവരുടെ വാക്കുകൾക്കും പ്രസക്തി കൂടുകയും ചെയ്യും.